പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ ഒരു യുദ്ധം ഏറ്റവും അധികം ഗുണകരമായിരിക്കുന്നത് റഷ്യയ്ക്കാണ്. കാരണം എന്തെന്നാൽ റഷ്യയ്ക്ക് അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന പല രാജ്യങ്ങൾക്കു മേലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ റഷ്യയ്ക്ക് വേണ്ടി ട്രംപ് ഒരുക്കിയ കെണിയിൽ ഇപ്പോൾ ട്രംപ് തന്നെ സ്വയം അടിതെറ്റി വീണിരിക്കുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഉപരോധങ്ങൾ അതിൽ ശ്വാസം മുട്ടി മരിക്കാൻ തയ്യാറായി നിന്ന റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അവിടെ എണ്ണ വിലയിൽ ഉണ്ടായ ഒരു വൻ വർധനവ് പുതിയ ജീവൻ നൽകിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. 2026 തുടക്കത്തിൽ റഷ്യ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. അതായത് ബാരലിന് $59 എന്ന നിരക്കിലായിരുന്നു റഷ്യ ബജറ്റ് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ജനുവരിയിൽ വരുമാനം 2020 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പതിച്ചു. ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതോടുകൂടി തന്നെ എണ്ണവില ബാരലിന് $100 മുകളിലെത്തി. ഇത് യുക്രൈൻ യുദ്ധത്തിൽ പണമില്ലാതെ വലഞ്ഞ് പുടിന് ലഭിച്ച വിലമതിക്കാനാകാത്ത ഒരു സമ്മാനമായി തന്നെ നിരീക്ഷകർ കരുതുകയാണ്. ഇതോടുകൂടി തന്നെ പുതിയൊരു അച്ചുതണ്ടിനാണ് രൂപം നൽകിയിരിക്കുന്നത്. ഇതുവരെ ഉപരോധങ്ങൾ കാരണം ഡിസ്കൗണ്ട് നിരക്കിൽ വിറ്റിരുന്ന റഷ്യൻ എണ്ണയ്ക്ക് ഇനി മുതൽ ഉയർന്ന വില തന്നെ ലഭിച്ചേക്കുമെന്ന ഒരു വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. ഇറാനുമേൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന സൈനിക നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ അച്ചുതണ്ടുകൾ രൂപപ്പെടുകയാണ്. റഷ്യയുടെ എണ്ണ വ്യാപാരത്തെ തകർക്കാൻ കഴിഞ്ഞ ഒരു വർഷമായിരുന്നു ഡൊണാൾഡ് ട്രംപ് നടത്തിവന്ന നീക്കങ്ങൾ. അദ്ദേഹം തന്നെ തുടങ്ങിയ ഇറാൻ യുദ്ധത്തോടുകൂടി തന്നെ ഇത് വഴിമാറുകയാണ്. റഷ്യയുടെ എണ്ണ വിപണി ഇല്ലാതാക്കാൻ ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ അമേരിക്ക കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ ഇറാനിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തതോടുകൂടി തന്നെ ലോക വിപണിയിൽ എണ്ണക്ഷാമം രൂക്ഷമായി. എന്നാൽ ഇറാനിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കപ്പെട്ടതോടുകൂടി തന്നെ ലോക വിപണിയിൽ എണ്ണക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യൻ റിഫൈനറികൾക്ക് അമേരിക്ക 30 ദിവസത്തെ പ്രത്യേക അനുമതി നൽകിയിരുന്നു. ആഗോള വിപണിയിൽ എണ്ണ ലഭ്യത ഉറപ്പാക്കേണ്ട എന്ന ആ ഒരു നീക്കത്തിന് US ട്രഷറി സെക്രട്ടറി ആകട്ടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. വരും ദിവസങ്ങളിൽ റഷ്യയ്ക്ക് മേലുള്ള കൂടുതൽ ഉപരോധങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ഉപരോധങ്ങൾ അമേരിക്ക നീക്കിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖൊമേനിയെ അഭിനന്ദിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. മോസ്കോ അതേപോലെ തന്നെ ടെഹ്റാൻ നൽകുന്ന പിന്തുണ പുടിൻ ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാനുമായുള്ള ബന്ധത്തിൽ റഷ്യ എന്നും വിശ്വസ്ത പങ്കാളിയായി തന്നെ തുടരുമെന്നും ഇവിടെ പ്രഖ്യാപനം നടത്തുന്നു. ഇറാൻ സായുധ ആക്രമണത്തെ നേരിടുന്ന ഈ സമയത്ത് ഈ പദവി തീർച്ചയായും വലിയ ധൈര്യവും സമർപ്പണവും ആവശ്യപ്പെടുന്നുണ്ടെന്നും മുജ്തബയ്ക്കുള്ള സന്ദേശത്തിൽ പുടിൻ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ സായുധ ആക്രമണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉന്നത പദവിയിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം വലിയ ധൈര്യവും അർപ്പണബോധവും ആവശ്യപ്പെടുന്നു എന്നതാണ് അതിൽ വലിയ രീതിയിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഈ ഉന്നത പദവിയിലെ നിങ്ങളുടെ പ്രവർത്തനം വലിയ ധൈര്യവും അർപ്പണബോധവും ആവശ്യപ്പെടുന്നതായാണ്. അതിൽ എന്നിൽ സംശയമില്ല എന്നും നിങ്ങളുടെ പിതാവിൻ്റെ ദൗത്യം നിങ്ങൾ അന്തസ്സോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കഠിനമായ പരീക്ഷണങ്ങളെ നേരിടുന്ന ഇറാനിയൻ ജനതയെ നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന്, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് താങ്കൾക്കുണ്ട് എന്നതാണ് ഇവിടെ പുടിൻ ഈ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഇറാനുള്ള ഞങ്ങളുടെ അചഞ്ചലമായ പിന്തുണയും ഐക്യദാർഢ്യവും വീണ്ടും ഉറപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റഷ്യ എന്നും ഇറാന്റെ വിശ്വസ്ത പങ്കാളിയായി തന്നെ തുടരും. നിങ്ങളുടെ മുന്നിലുള്ള പ്രയാസകരമായ ദൗത്യങ്ങൾ പരിഹരിക്കുന്നതിൽ വിജയം നേരുന്നു. അതോടൊപ്പം നല്ല ആവശ്യവും അത് മാത്രമല്ല നല്ല ആരോഗ്യവും അല്പവീര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന ഇവിടെ ആശംസ നേരുകയാണ് ചെയ്യുന്നത് എന്നതാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.